പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എന്നെ കാണിക്കാൻ വന്നത് എനിക്കൊരു അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു നിങ്ങളോടും കൂടെ കാണിക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കാണിക്കുന്നതാണ്. എൻ്റെ ഗ്യാസ് അടുപ്പിൻ്റെ ഈ സാധനം ഭയങ്കരമായിട്ട് കറുത്ത് മക്കൾ അതിനകത്ത് ഈ ഗ്യാസിൽ നിന്ന് മെഴുകുതിരി കത്തിച്ചിട്ട് അതിൻ്റെ ഈ മെഴുകുതിരിയുടെ ഇതെല്ലാം ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കളയുന്നത് എങ്ങനെ നോക്കിയിട്ട് അത് പോകുന്നില്ല. അപ്പം ഞാനൊരു പണി ചെയ്തായിരുന്നു. അപ്പോൾ അത് ചെയ്തപ്പോൾ എൻ്റെ ഇങ്ങനെ ഇരുന്നത് രണ്ടെണ്ണം അതിൽ ഒന്നിൻ്റെ ആട്ടോ ഇങ്ങനെ ഇതിനേക്കാളും ഭയങ്കരമായിട്ട് കറുപ്പായിട്ടുണ്ടായിരുന്ന ഗ്യാസിൻ്റെ ഇതാണ് ഇതുപോലെ വെളുത്ത് നല്ല വെള്ളയായി. അപ്പോൾ ഇതെങ്ങനെ ആയെന്നുള്ളത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ഞാൻ ചെയ്തതാണ്. അത് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ കളറ് വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് കാണിക്കാം. അപ്പോൾ എന്നെ അതിൽ എന്താ കാണിച്ചതെന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ചീഞ്ചട്ടീനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ചിങ്ങനെ വരുന്നുണ്ട്. ആ തിളച്ച് വരുന്നതിലേക്ക് ഞാൻ ഇതിട്ട് വെച്ചോ. ഇതിട്ട് കഴിഞ്ഞേച്ച് നമ്മുടെ പാത്രം കഴുകുന്ന ഇതുണ്ടല്ലോ, ഈ ലിക്വിഡ് ഞാനിതിനകത്തേക്ക് ഒഴിച്ചു. ഒരു ശകലം ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അത് നല്ലോണം തിളക്കട്ടെ കേട്ടോ. നല്ലോണം വെട്ടി തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു സാധനം കൂടെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അത് അങ്ങനെ വെളുത്തത്. ഇങ്ങനെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നും ആയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് പൊക്കി നോക്കിയപ്പോൾ അതിലൊന്നും ആവുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ ഞാനൊരു കൂട്ടവും കൂടി ഇട്ടു. എന്നാന്ന് നമ്മുടെ ബേക്കിംഗ് സോഡ ശകലം അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. ശകലം എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണ് ഇട്ടിട്ടുണ്ടാവും. അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിങ്ങനെ തിളച്ച് നല്ലോണം പൊങ്ങി വന്നേ. നല്ല മേപ്പോട്ട് നല്ലോണം പൊങ്ങി വന്നായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇനി അലുമിനിയത്തിൻ്റെ ചീഞ്ചട്ടിയിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ ചെയ്ത് നോക്കിയത് ഈ അലുമിനിയത്തിൻ്റെ ചീഞ്ചട്ടിക്കകത്താണ് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ മിക്കവരുടെ വീട്ടിലും കാണാം ഈ ഗ്യാസ് അടുപ്പിൽ ഈ ഒരു സംഭവത്തിന് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. ആ അടുപ്പിലുണ്ടായിരുന്ന ആ കറയാണ് ഈ വന്നേക്കുന്ന ഈ മെറൂൺ കളറായിട്ടുള്ളത് ഇങ്ങനെ വരുന്നത് കേട്ടോ. അതാണ് ഈ വരുന്നത്. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, അതിന് കളറ് വെച്ച് വരുന്നതുണ്ടോ. കളർ വെച്ച് വരുന്നിട്ട് മുഴുവനായിട്ട് ഒരു 10 മിനിറ്റ് അതിനകത്ത് ഇങ്ങനെ കിടക്കണേ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നല്ല വെള്ളയായി കിട്ടുന്നത്. അതെ, നമുക്കിതൊന്ന് എടുത്ത് പൊക്കി നോക്കാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. കണ്ടോ, നല്ല കളറ് വന്നു കേട്ടോ. കണ്ടോ, നല്ല വെള്ളയായി. എന്താ ചൂടുണ്ടേ. കണ്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, അത് കഴുകി കഴിഞ്ഞപ്പോൾ എൻ്റെ കളറ് കണ്ടോ നിങ്ങൾ. നല്ല കളറ് വെച്ചു. ഇതേ നല്ല തിളങ്ങുന്ന കളർ. എങ്ങനെ ഇരുന്ന സാധനം എന്നറിയോ. ഇത് നല്ല കളർ വെച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഞാൻ എൻ്റെ ഈ അടുപ്പിൻ്റെ ഇവിടെ ഒക്കെ കുറച്ച് കറയുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഞാൻ ആ വെള്ളത്തിൽ തന്നെ നമ്മൾ ചെയ്ത ആ വെള്ളത്തിൽ തന്നെ ഇതിങ്ങനെ മുക്കി വെച്ച് ഇങ്ങനെ തുടച്ചു കൂട്ടോ. അത് ഇതിൻ്റെ കറയാണ് ആ കിടക്കുന്നത് കണ്ടോ. അതിട്ടതിൻ്റെ കറ കണ്ടോ. അപ്പോൾ ഞാൻ ആ വെള്ളം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെയൊക്കെ തുടച്ചു കിട്ടോ. അപ്പോൾ ഈ അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കറുപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ലോണം പോയി കിട്ടിയിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഈ ചീഞ്ചട്ടി എന്നാ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല. കഴിയാൻ പോകുമോ എന്നറിയത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സോഡാപ്പൊടിയൊക്കെ അല്ലേ, അപ്പോൾ ചിലപ്പോൾ അലുമിനിയത്തിൽ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ സ്റ്റീലിൻ്റെയിലായിരിക്കും ചിലപ്പോൾ പറ്റുക. എന്തായാലും എനിക്കിത് ചെയ്തിട്ട് എന്തായാലും എൻ്റെ അതിൻ്റെ അടുപ്പിൻ്റെ കറയൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടി. ആ കറയാണ് ഇതിനകത്ത് ഈ ചീഞ്ചട്ടിയിൽ കാണുന്നത്. ആ കറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.